അതിനിർണായക നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തിരുവനന്തപുരം പേട്ടയിലെ എൻ വാസുവിന്റെ വീട്ടിലും പത്തനംതിട്ടയിലെ പത്മകുമാറിന്റെ വീട്ടിലും ED പരിശോധന. ഹാൻസം ശ്രീരാജ് ബാബു വിവരങ്ങളുമായിട്ടുണ്ട്. ഹാൻസെ, ഈ പരിശോധന എങ്ങനെയാണ് വിവരങ്ങൾ? സേതു, അല്പസമയം മുമ്പാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ED കേസ് രജിസ്റ്റർ ചെയ്ത പശ്ചാത്തലത്തിൽ ED ഉദ്യോഗസ്ഥർ ഇപ്പോൾ തിരുവനന്തപുരം പേട്ടയിലെ എൻ വാസുവിന്റെ വീട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. 7 മണിക്ക് ശേഷമാണ് ഇപ്പോൾ ED ഉദ്യോഗസ്ഥർ വീട്ടിൽ എത്തിയത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പരിശോധനയുടെ ഭാഗമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിൽ കള്ളപ്പണ ഇടപാട് അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ECAR രജിസ്റ്റർ ചെയ്തത്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി കൂടി പരിശോധന നടത്തുന്നത്. മുൻകൂട്ടി ആർക്കും വിവരം നൽകാതെ, ആരെയും അറിയിക്കാതെയാണ് ED ഇപ്പോൾ വ്യാപകമായിട്ടുള്ള രീതിയിൽ പരിശോധന നടത്തുന്നത്. അതിലൊരിടമാണ് തിരുവനന്തപുരത്തെ പേട്ടയിലെ എൻ വാസുവിന്റെ വീട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യ പ്രതികളിൽ ഒരാളാണ് എൻ വാസു. അദ്ദേഹം ഇപ്പോൾ റിമാൻഡിലാണുള്ളത്. ഒപ്പം തന്നെ മറ്റ് ജില്ലകളിലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 11 പ്രതികളാണുള്ളത്. ഈ 11 പ്രതികളുടെയും വീടുകളിലും പരിശോധന നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ പത്മകുമാറിന്റെയും ഒപ്പം ആ വിവരങ്ങളിലേക്ക് പോവുകയാണ് ഹാൻസ്. ശരി, പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ED നേരത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇപ്പോൾ 21 ഇടങ്ങളിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന നടക്കുന്നത്. സ്മാർട്ട് ക്രിയേഷൻസിലും ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ വീട്ടിലും അടക്കം EDയുടെ പരിശോധനയുണ്ട്. നമ്മൾ തിരുവനന്തപുരത്തെ കാര്യങ്ങൾ അറിഞ്ഞു. ഇനിയിപ്പോൾ നേരെ പത്തനംതിട്ടയിലേക്ക് പോവുകയാണ്. ശ്രീരാജ് ബാബു വിവരങ്ങളുമായിട്ടുണ്ട്. ശ്രീരാജ്, പത്മകുമാറിന്റെ വീട്ടിലെ പരിശോധന അതെങ്ങനെ പുരോഗമിക്കുന്നു? സേതു, അല്പസമയം മുൻപാണ് ED ഉദ്യോഗസ്ഥർ പത്മകുമാറിന്റെ വീട്ടിലെത്തിയത്. അവർ വീട്ടിനുള്ളിലേക്ക് കടന്നിട്ടുണ്ട്. ED ഉദ്യോഗസ്ഥരോടൊപ്പം വനിതാ ഉദ്യോഗസ്ഥരടക്കം ഉള്ള സംഘമാണ് പത്മകുമാറിന്റെ വീട്ടിലെത്തിയത്. ഈ സ്വർണ്ണപ്പാളിയിലെ സ്വർണ്ണാഭരണം എന്നതിലുപരി പണമിടപാട്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ളൊരു പ്രധാനപ്പെട്ട തട്ടിപ്പുകാരനുമായുള്ള പണമിടപാടടക്കം പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഇപ്പോൾ ED സംഘം ആറന്മുളയിലെ പത്മകുമാറിന്റെ വീട്ടിൽ എത്തിയിട്ടുള്ളത്. സ്ത്രീകളടങ്ങുന്ന ഉദ്യോഗസ്ഥ സംഘമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നിലവിൽ പത്മകുമാറിന്റെ വീട്ടിൽ പത്മകുമാറിന്റെ കുടുംബാംഗങ്ങളുണ്ട്. അവരെ വിവരമറിയിച്ചു, നോട്ടീസ് നൽകി. അതിനുശേഷമാണ് ഈ പരിശോധന ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും കുറച്ചധികം സമയം ഈ പരിശോധന നീളം. പത്മകുമാറിന്റെ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ, സാമ്പത്തിക സ്രോതസ് അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ ഉണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള, അതുപോലെ തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട മറ്റ് പ്രധാന ആളുകളുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടടക്കം പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അല്ലെങ്കിൽ കൂടുതൽ പരിശോധന അക്കാര്യത്തിലെല്ലാം തന്നെ നടത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ED സംഘം ഇവിടെ എത്തിയിട്ടുള്ളത്. അല്പസമയം മുൻപാണ് പരിശോധന ആരംഭിച്ചത്. എന്തായാലും പരിശോധന ഇന്ന് കുറച്ചധികം സമയം നീളുമെന്ന കാര്യത്തിൽ സംശയമില്ല. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ED സംഘമാണ് നിലവിൽ ഇവിടെ എത്തിയിട്ടുള്ളത്. സേതു. ഓക്കെ ശ്രീരാജ്. സഹിൻ ആന്റണി കൂടി വാർത്തയുടെ വിശദാംശങ്ങളുമായിട്ടുണ്ട്. സഹിനെ, ആകെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ED രജിസ്റ്റർ ചെയ്ത കേസിൽ ഇപ്പോൾ ആകെ 21 പരിശോധന എന്നറിയുന്നു. അതിൽ ഈ തമിഴ്നാട്ടിലെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലും അതേപോലെ തന്നെ ബെല്ലാരിയിലെ റൊദ്ദം ജ്വല്ലറി ഉടമയായ ഗോവർദ്ധന്റെ വീട്ടിലും അടക്കം പരിശോധനയുണ്ടെന്നറിയുന്നു. EDയുടെ നീക്കത്തെ ഈ ഘട്ടത്തിൽ എങ്ങനെ വിലയിരുത്തണം? പ്രത്യേകിച്ച് സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഈ SIT അന്വേഷണം മറ്റു തലങ്ങളിലേക്കും അവരുടെ അന്വേഷണത്തിന്റെ ആ ഫ്രെയിമിലേക്ക് കൂടുതൽ പേരുകൾ കൂടി എത്തുന്ന ഒരു സാഹചര്യമാണ്. തീർച്ചയായിട്ടും സേതു, അങ്ങനെ തന്നെയാണ് കരുതേണ്ടത്. കാരണം 21 ഇടങ്ങളിൽ ഇന്ന് സംസ്ഥാന വ്യാപകമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുന്നുണ്ട്. സംസ്ഥാനത്തിന് പുറത്ത് 2 ഇടങ്ങളിലും പരിശോധന നടക്കുന്നു. അങ്ങനെ നേരത്തെ സേതു സൂചിപ്പിച്ചതുപോലെ സ്മാർട്ട് ക്രിയേഷനിലും ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയുടെ ആയിട്ടുള്ള ഗോവർദ്ധന്റെ വീട്ടിലുമാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. കൂടാതെ തിരുവനന്തപുരത്തും എൻ വാസു, പത്മകുമാർ അടക്കമുള്ളവരുടെ വീട്ടിലും പരിശോധന ശക്തമായി തന്നെ പോകുന്നുണ്ട്. ഇതിൽ ഒരു ടീമിൽ 5 പേരടങ്ങുന്ന സംഘമായിരിക്കും ഉണ്ടാകുക, അല്ലെങ്കിൽ ഉള്ളത് എന്ന് പറയേണ്ടി വരും. ഒരു സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ 5 പേരടങ്ങുന്ന സംഘമാണ് പരിശോധനയ്ക്കായി എത്തിയിരിക്കുന്നത്. ചിലയിടങ്ങളിൽ വനിതാ ഉദ്യോഗസ്ഥരെയും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും. എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ ECAR രജിസ്റ്റർ ചെയ്തപ്പോൾ കൃത്യമായ നീക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. സാധാരണ ഇത്തരം സംഭവങ്ങളിൽ ഉടൻ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു റെയ്ഡോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള നീക്കങ്ങളോ പതിവില്ലാത്തതാണ്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല.
ഇതിൽ കൃത്യമായ ഒരു നീക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അത് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സൂപ്രണ്ട് അടക്കം 5 ഉദ്യോഗസ്ഥരായിരിക്കും ഒരു ടീമിൽ ഉണ്ടായിരിക്കുക. ആ 5 പേരടങ്ങുന്ന സംഘം കൃത്യമായി രേഖകൾ പിടിച്ചെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൃത്യമായി തന്നെ ഇതിന്റെ രേഖകളെല്ലാം കൈവശപ്പെടുത്തിയിരുന്നു, അല്ലെങ്കിൽ ആ രേഖകളെല്ലാം വാങ്ങിയിരുന്നു. കൂടാതെ ECIR രജിസ്റ്റർ ചെയ്ത സമയത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട മറ്റ് രേഖകളിലേക്ക് കടക്കാനും തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ 21 ഇടങ്ങളിലെ പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി യൂണിറ്റ്, ഒപ്പം തന്നെ തിരുവനന്തപുരം യൂണിറ്റ് അടക്കമുള്ള ഇടങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥർ പുലർച്ചെ 5:30 തന്നെ ഓരോ ഇടങ്ങളിലേക്ക് നീങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മറ്റ് അവസ്ഥകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ന് ശക്തമായ നേരത്തെ ഈ ആവശ്യം ഇപ്പം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ED കൂടി വരുന്നു, അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ കൂടി അന്വേഷണത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ ആ ഘട്ടത്തിലൊക്കെ സംസ്ഥാന സർക്കാർ അടക്കം അതിന് എതിർപ്പ് നടന്നു. തൽക്കാലത്തേക്ക് ഇപ്പോൾ SIT അന്വേഷണം നന്നായിട്ട് പോകുന്നുണ്ട്, വേറൊരു കേന്ദ്ര ഏജൻസി ഇതിലേക്ക് വരേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. അതിനുശേഷം രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ED സ്വന്തം നിലയ്ക്ക് ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതി കീഴ്ക്കോടതിയിലേക്ക് പോകാൻ EDക്ക് നിർദ്ദേശം കൊടുക്കുന്നു. അങ്ങനെ ED കീഴ്ക്കോടതിയിലേക്ക് പോകുന്നു. EDയുടെ ആവശ്യം പിന്നീട് കീഴ്ക്കോടതി അംഗീകരിക്കുകയും ഈ തെളിവുകളടക്കം ഇവരുടെ പ്രതി ചേർത്ത ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയ തെളിവുകളടക്കം EDക്ക് കൈമാറുകയും ചെയ്യുന്നു. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് പിന്നീട് ECIR രജിസ്റ്റർ ചെയ്യുകയും ഇപ്പോൾ ഈ 21 ഇടങ്ങളിൽ, നമ്മൾ ഈ സംസാരിക്കുന്ന പോലെ 21 ഇടങ്ങളിൽ റെയ്ഡ് തുടങ്ങുകയും ചെയ്തത്. ഈ എന്തൊക്കെ കാര്യങ്ങളാകും EDയുടെ പ്രഥമ പരിഗണനയിൽ വരിക? സാമ്പത്തിക ഇടപാടുകൾ മാത്രമായിരിക്കുമോ? സേതു, ഇതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. മറ്റൊന്ന്, പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുക ഹവാല ഇടപാടുകൾ, ഇത് സംബന്ധിച്ചുള്ള ഹവാല ഇടപാടുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കും. കൂടാതെ കണക്കിൽപ്പെടാത്ത പണം, അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അനധികൃതമായ സ്വത്ത് സമ്പാദനം, കണക്കിൽപ്പെടാത്ത പണം, ഇക്കാര്യങ്ങളെല്ലാം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിൽ പരിശോധന നടത്തും. ഒന്ന്, പ്രധാനമായിട്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുക എന്ന് പറയുന്നത് കള്ളപ്പണ ഇടപാടുകൾ തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഹവാല ഇടപാടുകൾ തന്നെയായിരിക്കും. ഈ പല ഘട്ടങ്ങളിലും തന്ത്രി അടക്കമുള്ള ആളുകൾ, അല്ലെങ്കിൽ പോറ്റി അടക്കമുള്ള ആളുകൾ അനധികൃത സ്വത്ത് സമ്പാദനം ഇതിലൂടെ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് പ്രത്യക്ഷത്തിൽ തന്നെ പ്രഥമ ദൃഷ്ട്യാ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇതിലൊരു അന്വേഷണം നടത്തുന്നതിനോ രേഖകൾ പിടിച്ചെടുക്കുന്നതിനോ യാതൊരു വിധത്തിലുള്ള നിയമ തടസ്സവുമില്ല. മറ്റൊന്ന്, ഹവാല ഇടപാടുകൾ, കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. ഈ സ്വർണം ഉരുക്കി വിറ്റതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പണമിടപാടുകൾ, അത് സംബന്ധിച്ചുള്ള രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും അതുകൊണ്ട് തന്നെയാണ് സ്മാർട്ട് ക്രിയേഷനിലും ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായിട്ട് മാത്രമല്ല ഇതൊരു പ്ലാൻ ചെയ്തുള്ള ഒരു വരവ് കൂടിയല്ലേ? കാരണം എന്ന് വെച്ചാൽ ഇതിപ്പം ആർക്കും വിവരങ്ങളൊന്നും അതിൽ നമ്മൾ തന്നെ ഇപ്പോഴാണ് അറിയുന്നത്. ഇപ്പോൾ ഈ പരിശോധന, അതും 21 ഇടങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ചെന്നൈയും ഈ റുദ്ധം ജ്വല്ലറി ഒക്കെയും ഉണ്ട്, ഈ ബാംഗ്ലൂരും ഒക്കെയും ഉണ്ട്. അപ്പൊ അതായത് ഈ കൊച്ചി യൂണിറ്റ് മാത്രമല്ല, രാജ്യത്ത് തന്നെ എനിക്ക് തോന്നുന്നപ്പം ബാംഗ്ലൂർ തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ ED യൂണിറ്റുകളും എത്തിയുള്ള ഒരു സംയുക്ത പരിശോധന. അപ്പോൾ ഒരു വലിയ ആസൂത്രണത്തോടു കൂടി നടത്തുന്ന ED നീക്കം. തീർച്ചയായിട്ടും അത് തന്നെയാണ് കരുതേണ്ടത്. കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൃത്യമായ നീക്കം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ റെയ്ഡ് വിവരങ്ങൾ സംബന്ധിച്ച് യാതൊരുവിധ സൂചനയും പുറത്തു പോകാതിരുന്നത്. ഇത് പുലർച്ചെ 5 മണിക്ക് എത്തിയ ഉദ്യോഗസ്ഥർക്ക് പോലും അത് അറിയാൻ കഴിയുന്നത് ആ ഘട്ടത്തിലാണ്. 5:30 പരിശോധനയിലേക്ക് ഉദ്യോഗസ്ഥർ കടക്കുമ്പോൾ മാത്രമാണ് അവർ മനസ്സിലാക്കുന്നത് ഇതൊരു റെയ്ഡിലേക്കാണ് പോകുന്നത് എന്നുള്ളത്. പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്ക്, അതായത് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കല്ലാതെ ഇത് സംബന്ധിച്ചുള്ള ഒരു സൂചനകളും ഇതുവരെ ലഭിച്ചിരുന്നില്ല. ഇന്ന് ഈ റെയ്ഡിൽ ഒരു സംഘത്തിലുണ്ടാകുന്ന 5 ഉദ്യോഗസ്ഥരിൽ സൂപ്രണ്ടിന് പോലും കാര്യങ്ങൾ അറിയില്ലായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പുലർച്ചെ 5:30 തന്നെ പരിശോധന ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പരിശോധന നീളാനുള്ള സാധ്യത. ശരി അടുത്ത മണിക്കൂർ